പരിണാമം പ്രകൃതിയുടെ ഭാഗമാണ്. മാറ്റമില്ലാതെ മാറ്റത്തിന് മാത്രമാണ്. PSC പരീക്ഷകളും അത്തരത്തിലുള്ള ഒരു എവല്യൂഷൻ പരിണാമത്തിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ PSC പരീക്ഷകളിൽ ഡിഗ്രി ലെവലിൽ സംഭവിക്കുന്ന 5 പ്രധാനപ്പെട്ട ട്രെൻഡ് ചേഞ്ചസ് വ്യതിയാനങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ കഴിഞ്ഞ ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയിൽ അത് വളരെ എവിഡന്റ് ആണ്. അപ്പൊ അതിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഇത് 5 കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഈ പരീക്ഷയുടെ കട്ട് ഓഫിന്റെ സാധ്യതകളെ പറ്റി നമ്മളൊന്ന് ചർച്ച ചെയ്യും. അപ്പൊ എത്ര മാർക്കിന് മുകളിലുള്ളവരാണ് പഠിച്ചു തുടങ്ങേണ്ടതെന്നൊക്കെയുള്ള കൺഫ്യൂഷൻ പലർക്കും ഉണ്ട്. നമുക്കൊന്ന് ആൻസർ ചെയ്യാൻ ശ്രമിച്ച് നോക്കാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നോട്ട്സും കാര്യങ്ങളൊക്കെ ടെലിഗ്രാം ചാനലിൽ ഞാൻ കൊടുക്കുന്നതാണ്. ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട്. ഡെയിലി രാവിലെ അവിടെ തരുന്ന മോക്ക് ടെസ്റ്റ് കൃത്യമായി എല്ലാവരും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഈ കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിനും അവിടുത്തെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ഈ 5 കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ സെൽഫ് സ്റ്റഡി നടത്തുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ 5 കാര്യങ്ങളുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. കുറച്ച് ഡിസിപ്ലിൻ ഉണ്ടാവണമെന്നേ ഉള്ളൂ. അതുപോലെ ഞങ്ങളുടെ ബാച്ചിലേക്ക് വരുന്ന വിദ്യാർത്ഥിയാണെങ്കിലും ഈ 5 കാര്യങ്ങൾ ഉൾക്കൊണ്ട് പഠിക്കാൻ റെഡി ആണെങ്കിൽ മാത്രമായിരിക്കും ഞങ്ങളുടെ ബാച്ച് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുക. മാറ്റം പ്രകൃതിയുടെ ഭാഗമാണ്. അതനുസരിച്ച് നമ്മൾ മാറണം. അപ്പൊ അതിനെ യോജിക്കുന്ന ക്ലാസ്സുകളും ടെക്നിക്സും ആയിരിക്കും നിങ്ങളിലേക്ക് എത്തിക്കാം. ഓക്കെ, അപ്പൊ ഒന്നാമതായി എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഈ ഒരു കാര്യമാണ്. സിവിൽ സർവീസ് പരീക്ഷയിലെ ചോദ്യങ്ങളൊക്കെ PSC റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് പല വീഡിയോസിൽ കൂടെ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ള കോപ്പി പേസ്റ്റിന്റെ കാര്യമായി ഉദ്ദേശിക്കുന്നത് UPSCയിലെ ചോദ്യങ്ങൾ അതേ രീതി കോപ്പി പേസ്റ്റ് ചെയ്ത് GK സെഗ്മെന്റ് ചോദിക്കുമായിരുന്നു. പക്ഷെ അടുത്ത കാലത്തായി UPSCയുടെ മാത്സ് ക്വസ്റ്റ്യൻസ്, അതായത് CSAT എന്ന് പറയും, UPSCയുടെ CSAT സിവിൽ സർവീസസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അല്ലെ, CSAT ഇതൊരു ക്വാളിഫയിങ് എക്സാം ആണ് പ്രിലിംസിന് നടത്തുന്നത്. ഇതിൽ മാത്സും ഇംഗ്ലീഷും ഒക്കെ ഉണ്ട്. സാധാരണ ഈ പേപ്പറിൽ നിന്ന് PSC ക്വസ്റ്റ്യൻസ് അങ്ങനെ അധികം അടിച്ചു മാറ്റാറില്ല. ചില ഇൻസിഡൻസ് ഉണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷെ ഈ കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിൽ ഈ 2 ചോദ്യങ്ങൾ ഡയറക്ട്ലി 2023 CSAT പേപ്പറിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് ചോദിച്ചതാണ്. അപ്പൊ UPSC നിലവാരത്തിലേക്ക് GK ഓൾറെഡി മാറിക്കഴിഞ്ഞു. ഇപ്പൊ മാത്സും UPSC നിലവാരത്തിലേക്ക് മാറിക്കഴിഞ്ഞു. പേടിക്കേണ്ട, UPSC മാത്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ PSCയുടെ അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല, നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്നതാണ്. സോ ഇറ്റ്സ് എ ഗുഡ് തിങ്. പക്ഷെ നിങ്ങൾ സെൽഫ് സ്റ്റഡി നടത്തുകയാണെങ്കിൽ, എവിടെ പഠിക്കുകയാണെങ്കിൽ, എന്ത് ചെയ്യുകയാണെങ്കിൽ UPSC CSAT ചോദ്യങ്ങൾ മാത്സ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ട് തന്നെ പോകണം. കഴിഞ്ഞ ഒരു 5 വർഷത്തെ ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്താൽ മതി. എല്ലാം കൂടി ഒരു പക്ഷെ ഒരു 100-150 ചോദ്യങ്ങളൊക്കെ കാണത്തുള്ളൂ. നമ്മുടെ സിലബസിനകത്തുള്ള പോർഷൻസ് മാത്രം വർക്കൗട്ട് ചെയ്താൽ മതി. ഇതാണ് ഒരു പ്രധാനപ്പെട്ട മാറ്റം. ഇതിനി എല്ലാ പരീക്ഷകളിലും കോമൺ ആയിട്ട് വരുന്നതാണ്. ഞങ്ങളതൊക്കെ ഓൾറെഡി ബാച്ചിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് കേട്ടോ. കാര്യം ഇത് എക്സ്പെക്റ്റഡ് ആയിരുന്നു. UPSC GK കോപ്പി അടിച്ച് ചോദിക്കുമെങ്കിൽ മാത്സും റീസണിങ്ങും കോപ്പി അടിച്ച് ചോദിക്കും, ഒരു സംശയം വേണ്ട. ഇതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ട്രെൻഡ് ഇപ്പൊ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളത്, സിവിൽ സർവീസ് UPSCയുടെ പ്രിലിംസ് ക്വസ്റ്റ്യൻസ് മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിലെ ചോദ്യപേപ്പറുകളിൽ നിന്നുള്ള ചോദ്യങ്ങളും ഇപ്പോൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. പണ്ട് ഇത് അത്ര എവിഡന്റ് അല്ലായിരുന്നു, പക്ഷെ ഇപ്പൊ ഇത് ശരിക്കും ഇന്റൻസിഫൈഡ് ആയിക്കൊണ്ടിരിക്കുക. ഉദാഹരണത്തിന് ഈ ഒരു ചോദ്യം കഴിഞ്ഞ ഡിഗ്രി ലെവൽ പ്രിലിംസ് സ്റ്റേജ് 1 ചോദ്യമാണ്. ഇത് ഒഡീഷ PSC ഒഡീഷ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷയിൽ ചോദിച്ച അതേ ചോദ്യമാണ്. ചോദ്യവും ഓപ്ഷൻസും എല്ലാം കോപ്പി പേസ്റ്റാണ്. പക്ഷെ PSCയുടെ ആൻസർ കീക്ക് അത് ഇതിനകത്ത് തീർന്നിട്ടുണ്ട്. ഇതിന്റെ യഥാർത്ഥത്തിലുള്ള ആൻസർ വരേണ്ടത് B ആണ്. PSC D ആണ് കൊടുത്തിട്ടുള്ളത്. അത് ആൻസർ മാറും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ രാജസ്ഥാൻ, തമിഴ്നാട്, ഒഡീഷ, കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങളിലെ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ പ്രത്യേകമായി നമ്മൾ പഠിക്കണം. ഇതൊക്കെ ഫ്രീ ഹിറ്റ് ആണ്. ഇതൊക്കെ അത്ര ഡിഫിക്കൽട്ട് ചോദ്യമാണെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെ മിസ് ഔട്ട് ആക്കുകയാണെങ്കിൽ നമുക്ക് അത് ഭീകരമായ നഷ്ടമാണ് വരാൻ പോകുന്നത്. എക്സ്റ്റൻസീവ് ആയിട്ട് മറ്റ് സംസ്ഥാനങ്ങളുടെ ചോദ്യപേപ്പർ നിങ്ങൾ നോക്കുക. നമ്മൾ എപ്പോഴും ഈ പറഞ്ഞ പോലെ പുറത്തേക്ക് നോക്കണം. മറ്റ് സ്റ്റേറ്റ്സ് ഓൾറെഡി മാറിക്കഴിഞ്ഞു. ഇപ്പൊ രാജസ്ഥാൻ ആയിക്കോട്ടെ, തമിഴ്നാടിന് LDC പരീക്ഷകൾ കാണണം. നല്ല നിലവിലുള്ള ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഓൾറെഡി മറ്റ് സംസ്ഥാനങ്ങൾ പോയ പാതയിലേക്കാണ് PSC പോകുന്നത്. അതുകൊണ്ട് തന്നെ PSC ചോദ്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ്. ഇന്നലെ നമ്മൾ ചെയ്ത വീഡിയോയ്ക്ക് അത് ഞങ്ങളുടെ ബാച്ചിന് എത്രത്തോളം ചോദ്യങ്ങൾ റാങ്ക് മേക്കിംഗ് നിലവാരത്തിൽ വന്നിട്ടുണ്ടെന്ന് പ്രൂവ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. PSC കൂടുതൽ പ്രെഡിക്റ്റബിൾ ആയും ലളിതമായും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഈസ് സിമ്പിൾ ബട്ട് നോട്ട് ഈസി. എളുപ്പപ്പണിയാണെന്നല്ല പറയുന്നത്, പക്ഷേ കാര്യങ്ങൾ സിംപ്ലിഫൈഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം. മൂന്നാമതായി എനിക്ക് പറയാനുള്ളത്, PSCയുടെ ഒരു പുതിയ യുഗത്തിലേക്കാണ് നമ്മൾ കഴിഞ്ഞ പ്രിലിംസിന് ശേഷം കാലെടുത്ത് വെച്ചിട്ടുള്ളത്. PSC കുറെയൊക്കെ മെച്ചുവറായി. പണ്ടത്തെ ചോദ്യപേപ്പറിൽ ഉള്ളതുപോലെ അധികം ചോദ്യങ്ങൾ ഈ ചോദ്യപേപ്പറിൽ ക്യാൻസൽ ആവാൻ സാധ്യതയില്ല. കാര്യം ചോദ്യങ്ങളുടെ നിലവാരം നല്ല രീതിയിൽ ക്രാഫ്റ്റ്മാൻഷിപ്പ്, അതായത് പ്രോപ്പർ ക്വസ്റ്റ്യനിയറിംഗ് ക്രാഫ്റ്റ്മാൻഷിപ്പ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പാനൽ തന്നെയാണ് ചോദ്യങ്ങൾ ഇട്ടിട്ടുള്ളത്. അതും നല്ല മെച്ചുവർ ആയിട്ടുള്ള ചോദ്യങ്ങൾ. പണ്ട് ചെയ്യുന്ന പോലെ ചുമ്മാ അലമ്പ് ചോദ്യങ്ങളല്ല, വെരി ഗുഡ് ഒരു ആർട്ടിസ്റ്റിക് വാല്യൂ ഉള്ള ചോദ്യങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം.
അപ്പൊ ഇതൊരു മാതൃകയാണ്. ചോദ്യങ്ങൾ ഇനി ക്യാൻസൽ ആകുമോ ഇല്ലയോ എന്ന് ടെൻഷൻ അടിച്ചിരിക്കേണ്ട. ചിലപ്പോൾ 1-2 ക്യാൻസൽ ആകുമായിരിക്കും. അതിന് പണ്ടത്തെ പോലെ 10-15 ചോദ്യങ്ങൾ ക്യാൻസൽ ആവുന്ന സിനാരിയോ മാറി. PSC നന്നായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മളും കൂടി അനുസരിച്ച് നന്നായാൽ മതി. പുതിയ പാറ്റേണിൽ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് PSC ചീത്ത പറഞ്ഞ് നടക്കുന്നതിന് പകരം പുതിയ പാറ്റേണിൽ നിന്ന് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ജോലി ലഭിക്കുക. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ PSC മെച്ചൂറായി, നമുക്കും ഒന്ന് മെച്ചൂർ ആവാം. മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. നാലാമത്തെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എലിമിനേഷൻ ടെക്നിക്സിന്റെ ട്രെൻഡിൽ വന്ന വ്യത്യാസം. പണ്ടൊക്കെ PSC പരീക്ഷയിൽ വരുന്ന ചോദ്യങ്ങൾ നമ്മൾക്ക് കറങ്ങി കുത്താൻ പറ്റുമായിരുന്നു. അതിന് PSCയുടേതായ ഒരു ശൈലി ഉണ്ടായിരുന്നു. പക്ക UPSC സ്റ്റാൻഡേർഡ് അല്ല. പക്ഷെ ഇപ്രാവശ്യം ഡിഗ്രി പ്രിലിംസിന് സംഭവിച്ചത് പക്ക UPSC സ്റ്റാൻഡേർഡ് ആണ്. ആ UPSC എലിമിനേഷൻ ടെക്നിക്സിന്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ PSC ചോദ്യപേപ്പർ നമുക്ക് പറയാം. ഇനി ഭാവിയിൽ നിങ്ങൾ നോക്കിയോ, സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾ കേരള PSCയുടെ പ്രിലിംസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വർക്കൗട്ട് ചെയ്യും. കാര്യം രണ്ടും മോർ ഓർ ലെസ് ഒരേ നിലവാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അതാണ് ആ ക്രാഫ്റ്റ്മാൻഷിപ്പിന്റെ പ്രത്യേകതയെ പറ്റി ഞാൻ പറയുന്നത്. ഈ ഉള്ളി ഇപ്പൊ ഞാൻ ഈ ഒരു ചോദ്യം ജസ്റ്റ് നോക്കുക. വലിയ ചോദ്യമാണ്, ഡിഫിക്കൽട്ട് ചോദ്യമാണെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വിലയിരുത്തിയ ചോദ്യമാണ്. ഇതൊരു UPSC പ്രിലിംസ് അല്ലെങ്കിൽ സിവിൽ സർവീസ് മെന്റാലിറ്റി ഉള്ള ഒരാൾ അറ്റൻഡ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. സാധാരണഗതിയിൽ കഴിഞ്ഞ വർഷത്തേക്ക് നോക്കുകയാണെങ്കിലും പ്രിലിംസ് പരീക്ഷയിൽ എലിമിനേഷൻ ടെക്നിക്സിന്റെ സാധ്യത ഒരു മോഡറേറ്റ് ലെവലിൽ മാത്രമാണ്. മെയിൻസിന് നല്ല രീതിയിൽ എലിമിനേഷൻ വർക്കൗട്ട് ആവും. എല്ലാ വർഷവും അങ്ങനെയാണ്. പക്ഷേ ഈ വർഷം അടുത്ത കാലത്ത് ഏറ്റവും അധികം എലിമിനേഷൻ ടെക്നിക്സ് കറക്കി കുത്ത് അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ഗസ്സിംഗ് വർക്കൗട്ട് ആയ ഒരു പേപ്പറാണിത്. സാധാരണഗതിയിൽ ഇത്രയധികം ചോദ്യങ്ങൾ വർക്കൗട്ട് ആവുന്നത് മെയിൻസ് പരീക്ഷയിലാണ്. ഈ പക്ഷേ ഇഷ്ടം പോലെ ചോദ്യങ്ങൾ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ അത് കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒന്ന് കണ്ടു നോക്കാം. നിങ്ങളുടെ തലവര മാറാൻ ഒരുപക്ഷെ ഈ വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഡിഗ്രി ലെവൽ എക്സാംസ് ഈസിയാണ്. നമ്മൾ എങ്ങനെയാണ് സ്മാർട്ടായിട്ട് കറക്കി കുത്തേണ്ടത് അത് കൃത്യമായി പറയുന്നുണ്ട്. ഈ കഴിഞ്ഞ സിവിൽ സർവീസ് പ്രിലിംസ് 2 ദിവസം മുമ്പ് കഴിഞ്ഞ പേപ്പർ നിങ്ങൾ എടുത്ത് നോക്കുക. എത്ര ചോദ്യങ്ങളാണ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. ആ നിലവാരത്തിലേക്ക് PSC പോയിക്കൊണ്ടിരിക്കുക. അത് എളുപ്പപ്പണിയാണ് ഞാൻ പറയുന്നത്, കഷ്ടപ്പാടുള്ള കാര്യങ്ങളല്ല പറയുന്നത്. ഈ ചോദ്യം ഞാനൊന്ന് നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവും. ചോദ്യം എന്താ? ടോപ്പോഗ്രഫിക് മാപ്പുകളുടെ ലിമിറ്റേഷൻ, അതായത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അല്ലെ, ദുരന്ത നിവാരണത്തിന്റെ കാര്യത്തിൽ ടോപ്പോഗ്രഫിക് മാപ്പുകളുടെ ലിമിറ്റേഷൻ എന്താണെന്നാ ചോദ്യം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കണ്ടോ, ഇവര് പ്രിസൈസ് എലിവേഷൻ, സ്ഥലത്തിന്റെ ഹൈറ്റ് എത്രയാണെന്ന് കൃത്യമായിട്ട് പറയും. പക്ഷെ റിയൽ ടൈം ചേഞ്ച്, അതായത് ലൈവായിട്ട് ആ പ്രദേശത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങൾ ടോപ്പോഗ്രഫിക്കൽ മാപ്പിൽ കാണരുതെന്നാണ് പറയുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഗൂഗിൾ മാപ്പിനെ സംബന്ധിച്ചാണെങ്കിൽ ശരിയാവില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. പക്ഷെ ബാക്കി സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ വായിക്കുമ്പോൾ ഒരുമാതിരി കല്ലുകടിയാണ്. നോക്കിയേ, ഇത് സ്റ്റാൻഡേർഡ് കോണ്ടൂർ ലൈൻസ് യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് ഇത് അർബൻ ആൻഡ് റൂറൽ ലാൻഡ്സ്കേപ്പിലെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പറയുന്നത്. ടോപ്പോഗ്രഫിക് മാപ്പ് നോക്കുമ്പോൾ നമുക്കറിയാം ഇത് ബേസിക് ഡാറ്റ അർബൻ ആണോ റൂറൽ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സി എന്താ പറയുന്നത്, ടോപ്പോഗ്രഫിക് മാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രോളജിക്കൽ ഫീച്ചേഴ്സ് ഇൻഫർമേഷൻ ഉണ്ട്, പക്ഷെ മനുഷ്യനിർമ്മിതമായ കാര്യങ്ങളുടെ ഫീച്ചേഴ്സ് ഇല്ല. ഇതൊക്കെ എന്തായി പറയുന്നത്? ഡി എന്താ, ടോപ്പോഗ്രഫിക് മാപ്സിൽ സ്റ്റാറ്റിക് ലാൻഡ് ഫോം അനാലിസിസ് ആണ് കൂടുതലുള്ളത്. ഓക്കെ, അത് പിന്നെ കുഴപ്പമില്ലെന്ന് പറയാം. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റോ, ഇത് ഒരിക്കലും അർബൻ പ്ലാനിങ്ങിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല. സി, ഗൂഗിൾ മാപ്പ് പോലും നമുക്ക് അർബൻ പ്ലാനിങ്ങിൽ ഉപയോഗിക്കാൻ പറ്റും. ഇതിന്റെ ഉപയോഗം പരിമിതമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. ഇത് ഉപയോഗിക്കാനേ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? ഇത് ഓക്കെ, ഒരു മാപ്പിൽ ന്യൂനതകളുണ്ട്, പക്ഷെ ന്യൂനതകൾ മാറ്റി വെച്ച് നമുക്ക് കുറച്ചൊക്കെ യൂസ് ചെയ്യാമല്ലോ. ഇത് ഉപയോഗിക്കാനേ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പം നമുക്കിത് ഉൾക്കൊള്ളാൻ പറ്റുന്ന സ്റ്റേറ്റ്മെന്റ് അല്ല. ഇതൊരു ക്ലാസ് ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിൾ ഓഫ് സിവിൽ സർവീസസ് ടൈപ്പ് ഓഫ് എലിമിനേഷൻ ആണ്. PSC കുറെ കൂടെ മെച്ചർ ആവുന്നതിന്റെ ഭാഗമായി കുറെ കൂടെ പൂർണ്ണമായും തന്നെ വേണമെങ്കിൽ പറയാം, പല ചോദ്യങ്ങളും കണ്ടെങ്കിൽ UPSC ചോദ്യമാണോ PSC ചോദ്യമാണോ ഡിഗ്രി ലെവൽ മെയിൻസ് ക്വസ്റ്റ്യൻ ആണോ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന അവസ്ഥയായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, പ്രിലിംസ് മെയിൻസ് എന്നുള്ളൊരു വേർതിരിവ് മാറിക്കഴിഞ്ഞു. രണ്ടും ഒരു ഏകീകൃത സെറ്റപ്പിലേക്ക് പോയി കഴിഞ്ഞു, മെച്ചൂർ ആയി കഴിഞ്ഞു. അപ്പൊ ഇതിന് ഉത്തരം A ആണ്. നിങ്ങളിത് കോമൺ സെൻസ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഈവൻ ഗൂഗിൾ മാപ്പിന്റെ കേസ് എടുത്താൽ പോലും അതിനകത്ത് പലപ്പോഴും റിയൽ ടൈം ഇൻഫർമേഷൻ കിട്ടണമെന്നില്ല അല്ലെ. അവരെ കറക്റ്റ് റിയൽ ടൈം സാറ്റലൈറ്റ് ഡേറ്റ തന്നെ വേണം, അല്ലെ. റിമോട്ട് സെൻസിങ് പോലുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യേണ്ടത്, ലൈവ് റിമോട്ട് സെൻസിങ്. അപ്പൊ ഇത് കുറച്ച് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എലിമിനേഷൻ ആയിരുന്നു. UPSCക്ക് പ്രിപ്പയർ ചെയ്ത് ആത്മാർത്ഥത്തോടെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടി ഉറപ്പായും ഇത് A എന്ന് ചൂസ് ചെയ്യും, ഒരു സംശയം വേണ്ട. അപ്പോഴാണ് PSCക്ക് പഠിക്കുന്ന കുട്ടികൾ ഇത്തരം ചോദ്യങ്ങൾ കാണുമ്പോഴത്തേക്ക് ഓടിത്തള്ളുന്നത്. നിങ്ങൾ ഓടാൻ ശ്രമിച്ചാൽ ഓടിക്കൊണ്ടേയിരിക്കും. ഇപ്പം ഇത്തരം വലിയ വലിയ ചോദ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് സ്കിപ്പ് ചെയ്ത് അടുത്ത ചോദ്യത്തിലേക്ക് പോകണം എന്നാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ, അതെനിക്കറിയാം. പക്ഷെ ഓടാനാണ് തീരുമാനമെങ്കിൽ നിങ്ങൾ ഓടിക്കൊണ്ടേയിരിക്കും. എങ്ങനെയെങ്കിലും ഭാഗ്യത്തിന് പ്രിലിംസ് തട്ടി മെയിൻസ് വീണാൽ മെയിൻസ് നിങ്ങൾക്ക് അടി പതറും. ഞാൻ ഈ പറയുന്ന ലെവലിലേക്ക് നമ്മുടെ തലച്ചോറിനെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് ഹാർഡ് വർക്ക് മാത്രം മതി, നമ്മുടെ ചാനലിലെ വീഡിയോസ് മാത്രം മതി. നിങ്ങൾ വേറെ ഒരു പെയ്ഡ് കോഴ്സ് എടുക്കണ്ട, ഒരു തലവേദന വേണ്ട. ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ
നമ്മുടെ ചാനലിലെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഈ ലെവലിൽ നിങ്ങളുടെ തലച്ചോറ് അപ്ഗ്രേഡ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് തരുന്ന ഉറപ്പാണ്. ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങൾക്ക് തരുന്ന ഉറപ്പാണ്. അല്ലാതെ ഒരു നെടുനീളം ചോദ്യം കണ്ടു കഴിഞ്ഞാൽ അത് സ്കിപ്പ് അടിച്ച് പോകാനാണ് നിങ്ങളുടെ പ്ലാനെങ്കിൽ നിങ്ങളോട് തന്നെ ചെയ്യുന്ന തെറ്റാണ്, നിങ്ങളുടെ വീട്ടുകാരോട് ചെയ്യുന്ന തെറ്റാണ്, നിങ്ങളെ പഠിക്കാൻ അയച്ചിട്ടുള്ള വീട്ടുകാരോട് ചെയ്യുന്ന തെറ്റാണ്, നിങ്ങളുടെ ഭാവിയോട് ചെയ്യുന്ന തെറ്റാണ്. കാര്യം പുതിയ പാറ്റേൺ അനുസരിച്ച് നമ്മൾ മാറണം. PSC മാറുന്നത് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, വലിയ വലിയ ചോദ്യങ്ങൾ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യണം എന്നുള്ള നിങ്ങളുടെ ടെൻഡൻസി മാറണം. ഒരു 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 എന്താ പറയാ, പട്ടാളക്കാരന്റെ മെന്റാലിറ്റി, എത്ര വലിയ ചലഞ്ച് ആണെങ്കിൽ നമ്മൾ ഓവർകം ചെയ്തിരിക്കണം. ഓക്കെ, ഞാൻ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വലിയ വലിയ ചോദ്യങ്ങൾ യഥാർത്ഥത്തിൽ ഈസി ആണോ ഡിഫിക്കൽട്ട് ആണോ എന്നുള്ളത് ഈ ചോദ്യം കാണുമ്പോൾ മനസ്സിലാവും. നിങ്ങളുടെ ഭാവി നിങ്ങളുടെ കൈകളിൽ മാത്രമാണ്. യൂസ് യുവർ ബ്രെയിൻ. ഓക്കെ, അതുമായി ചേർത്ത് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ഇംഗ്ലീഷ് ചോദ്യങ്ങൾ തന്നെ വായിക്കുക. അപ്പൊ ഇതൊക്കെ വർക്കൗട്ട് ആവണമെങ്കിൽ ഈ കല്ലുകടിയുള്ള സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ അത് കീവേഡ് നമ്മുടെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യണമെങ്കിൽ മലയാളം ട്രാൻസ്ലേഷൻ വായിച്ചിട്ട് ഒരു കാര്യമില്ല, ഇംഗ്ലീഷ് ചോദ്യങ്ങൾ തന്നെ വായിക്കണം. മലയാളിയാണ് നമ്മൾ. മലയാളം പോലെ ഒരു ശ്രേഷ്ഠ ഭാഷ, അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഭാഷ അഭ്യസിച്ച് നമ്മളെ സംബന്ധിച്ച് ഇംഗ്ലീഷിനോടുള്ള വിരക്തി സൈക്കോളജിക്കൽ മാത്രമാണ്. സൈക്കോളജിക്കൽ ഇംഗ്ലീഷ് എന്ത് വലിയ സംഭവം എന്നുള്ള രീതിയിൽ അത് നിങ്ങൾ ഇംഗ്ലീഷിൽ ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ലളിതമാണ്. നിങ്ങളത് മനസ്സിലാക്കാം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന അത്ര പാടില്ല. നിങ്ങൾ ഒരു മാസം നന്നായിട്ട് വർക്ക് ചെയ്യാന്നുണ്ട് ഇത് പറഞ്ഞിട്ട് ഞങ്ങളുടെ ബാച്ചസിനാണെങ്കിൽ ഇതിന് പ്രത്യേക ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ക്ലാസ് നോട്ട്സ് ഞങ്ങൾ ഇംഗ്ലീഷ് കൊടുക്കുന്നതിന് മെയിൻ റീസൺ അതാ. ക്ലാസ് മലയാളത്തിലെ ക്ലാസ് കേട്ടിട്ട് ഇംഗ്ലീഷിലെ ക്ലാസ് നോട്ട്സ് വായിക്കുമ്പോൾ പരീക്ഷയ്ക്ക് വരുന്ന ഇംഗ്ലീഷ് ചോദ്യം നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. അതിന് നിങ്ങളുടെ സൈഡിൽ നിന്ന് എഫേർട്ട് തന്നെ വേണം. മലയാളത്തിൽ ചോദ്യങ്ങൾ വായിച്ച് ഡിഗ്രി ലെവൽ എക്സാംസിൽ മികച്ച റാങ്കിലേക്ക് എത്താം എന്ന് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. സേഫ് ആക്കുക, നമ്മുടെ ലൈഫ് സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ തന്നെ ചോദ്യങ്ങൾ. ഇത് പറഞ്ഞതിന്റെ പേര് എന്നെ നിങ്ങൾ വെറുത്താലും കുഴപ്പമില്ല, സത്യാവസ്ഥ മാത്രമാണ് പറയുന്നത്. ഓക്കെ, അഞ്ചാമത്തെ ഫൈനലായിട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്ന ഒരു കാര്യം ടൈം മാനേജ്മെന്റ്. ഈ കഴിഞ്ഞ ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷ അത് ടൈം മാനേജ്മെന്റിന്റെ പരീക്ഷ പോലെ എനിക്ക് തോന്നിയത്. കാര്യം പുതിയ പാറ്റേണിലെ എക്സാംസ് എഴുതി തന്നെയാണ് ഞാനും ജയിച്ചിട്ടുള്ളത് പരീക്ഷ. ടൈം മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് കൃത്യമായിട്ട് അറിയാം. എക്സാം ഹോളിലെ ഒരു 5 മിനിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഒരു 5 വർഷത്തിന്റെ വാല്യൂ ആണ് ചിലപ്പോൾ ഉണ്ടാവുക. ഈ ചോദ്യപേപ്പർ നമുക്ക് സംഭവിച്ചതാ, ചോദ്യം വായിക്കുന്നതിന് സ്പീഡ് വേണം. സ്കിപ്പ് ചെയ്തല്ല നമ്മൾ ടൈം മാനേജ്മെന്റ് ഉണ്ടാക്കേണ്ടത്. പല ആൾക്കാരും പറയുന്നത് 100 ചോദ്യങ്ങളിനകത്ത് വലിയ ചോദ്യങ്ങൾ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യണം. അങ്ങനെയല്ല നമ്മൾ ടൈം മാനേജ്മെന്റ് റെഡിയാക്കേണ്ടത്. 100 ചോദ്യങ്ങൾ 100 പ്രോബ്ലംസ്. ഒരു ബ്യൂറോക്രാറ്റിന് മുമ്പ് വരുന്ന പ്രോബ്ലംസ് എല്ലാം ഒരു ബ്യൂറോക്രാറ്റ് സോൾവ് ചെയ്യണം. 100 ചോദ്യങ്ങൾ 100 പ്രോബ്ലംസ് ആണ്. അപ്പൊ നിങ്ങൾ സ്കാൻ ചെയ്തിട്ട് ഒക്കത്തില്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തോ, കുഴപ്പമില്ല. പക്ഷെ ചോദ്യമേ വായിച്ച് നോക്കാൻ സ്കിപ്പ് അടിക്കുന്നതെങ്കിൽ പണിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ക്യാച്ച് മനസ്സിലാവും. പലപ്പോഴും ആദ്യത്തെ സെന്റൻസ് ചിലപ്പോൾ ചോദ്യം ഇത്രയും കാണും, പക്ഷെ ആദ്യത്തെ ഒരു വരിയോ 2 വരിയോ വായിക്കുമ്പോൾ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അതാണ് സ്മാർട്ട് വർക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആഴത്തിൽ ഇറങ്ങി പഠിക്കണം, ഹാർഡ് വർക്ക് ചെയ്യണം. അതിനോടൊപ്പം ഇത്തരം പൊടിക്കൈകൾ സ്മാർട്ട് വർക്കും ചെയ്യണം. നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നത് സിവിൽ സർവീസ് ആസ്പിറൻസിനോടാണ്. അത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. സിവിൽ സർവീസ് പ്രിലിംസ് എന്ന് പറയുന്നത് അത്ര വലിയ സംഭവമൊന്നുമല്ല, നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. നമ്മളത് മനസ്സിൽ വെച്ച് നിങ്ങളൊന്ന് പെരുമാറാം. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം, എല്ലാവരും ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് കട്ട് ഓഫ് എത്ര വരും എന്നുള്ളതാണ്. സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട് ഓഫ് പ്രെഡിക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് മാത്തമാറ്റിക്കലി ഇമ്പോസിബിൾ ആണ്. കാര്യം സെക്കൻഡ് സ്റ്റേജ് പ്രിലിംസ് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഞാനിപ്പോൾ നടത്താൻ പോകുന്ന ഒരു കട്ട് ഓഫ് നിരീക്ഷണമാണ്. വെറുതെ ഇരിക്കാൻ ഒക്കത്തില്ലല്ലോ, നിങ്ങൾ പഠിക്കണമല്ലോ. പഠിക്കണമെങ്കിൽ കട്ട് ഓഫിനെ പറ്റി ഏകദേശം ഒരു ധാരണ കിട്ടി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണെങ്കിൽ ഇന്റർവ്യൂ എന്നൊരു കട്ട് ഈ സമയത്തുണ്ട്. കഴിഞ്ഞ വർഷം LST സെക്രട്ടറിക്ക് ഇന്റർവ്യൂ എന്നൊരു കട്ട് ഉള്ളത് കൊണ്ടായിരിക്കാം പ്രിലിംസ് 10-35,000 പേര് പാസ്സായി. ആരും പ്രതീക്ഷിച്ചില്ലത്. ഇതിപ്പോ സെക്രട്ടേറിയറ്റിന് ഇന്റർവ്യൂ എന്നൊരു കട്ട് ഉണ്ടെന്ന് 100% ഉറപ്പായി. അവർ PSC പറഞ്ഞു കഴിയും. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ആൾക്കാരെ മെയിൻസ് പരീക്ഷ എഴുതിച്ചെങ്കിൽ മാത്രമേ ഇവിടെ ഇന്റർവ്യൂവിന് ആൾക്കാരെ കിട്ടത്തുള്ളൂ. SIക്ക് അറിയാം, ഫിസിക്കൽ കൊണ്ട് ഇന്റർവ്യൂ ഉണ്ട്, 2 ഘട്ടങ്ങൾ എക്സ്ട്രാ ഉണ്ട്. അതൊരു ഫാക്ടറാണ്. പിന്നെ ഇപ്പോഴും വലിയൊരു ക്രൗഡ് പഴയ പാറ്റേണിൽ തന്നെയാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെയും കൂടെ കൺസിഡർ ചെയ്യും PSC. കാര്യം എല്ലാവർക്കും മാറാനൊരു അവസരം കൊടുക്കുമല്ലോ, അവരെയും കൂടെ കൺസിഡർ ചെയ്യും. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ്, എൻ്റെ ഒരു ഒബ്സർവേഷൻ, ഞാൻ കട്ട് ഓഫിനെ പറ്റി സംസാരിക്കുന്നത്, എൻ്റെ ഒരു ഒബ്സർവേഷൻ എന്താണെന്ന് വെച്ചാൽ 40-45 മാർക്കിൽ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. അപ്പൊ നിങ്ങൾ ഈ അയ്യോ പാസ്സായില്ലെങ്കിൽ എന്ത് ചെയ്യും? അതാണ് ഞാൻ പറഞ്ഞത്, പഠിച്ചു തുടങ്ങാൻ. ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, എക്കണോമിക്സ്, ഹിസ്റ്ററി, ജോഗ്രഫി, സയൻസ്, ഇതൊക്കെ പ്രിലിംസിനും മെയിൻസിനും ഇനി അടുത്ത വർഷത്തെ പരീക്ഷയ്ക്ക് ഒക്കെ ആവശ്യമുള്ള ടോപ്പിക്കാണ്. നിങ്ങൾ അത്ര കോൺഫിഡന്റ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സ്പെഷ്യൽ ടോപ്പിക്സ് തൽക്കാലം പഠിക്കണ്ട. അതിനു മുമ്പ് ബാക്കിയുള്ള ടോപ്പിക്സ് പഠിച്ച് സെറ്റാക്കി വെക്കൂ. അത് പഠിച്ചിട്ട് ഒക്കെ റിസൾട്ട് കിട്ടി നിങ്ങൾ പ്രിലിംസ് പാസ്സായെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മെയിൻസ് സ്പെഷ്യൽ ടോപ്പിക്സ് പഠിച്ചാൽ മതി.
പക്ഷെ അതിന് മുമ്പായിട്ട് മെയിൻസിന് ആദ്യം മറ്റേ ടോപ്പിക്സ് പഠിക്കാമല്ലോ. അത് ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്ക് ഉപകാരപ്പെടില്ലേ? കമ്പനി ബോർഡ് വിളിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ SBCID വിളിക്കാൻ പോകുന്നു, മാസ് റിക്രൂട്ട്മെന്റ് അല്ലേ നടക്കാൻ പോകുന്നത്. സോ പഠിക്കാതിരിക്കാൻ നമുക്ക് എപ്പോഴും കാരണം കിട്ടും. അത് മാറ്റി വയ്ക്കുക. ഞാൻ നടത്തിയത് കട്ട് ഓഫ് പ്രഡിക്ഷൻ ഒന്നുമല്ല, ഒരു ടീച്ചർ എന്നുള്ളത് എനിക്ക് നിങ്ങളുടെ തരാനുള്ള ഉപദേശം മാത്രമാണ് എൻ്റെ എക്സ്പീരിയൻസിൽ. പല ആൾക്കാരും ഇതിനെപ്പറ്റി ഒരു ധാരണ ഇല്ലാതെ മിണ്ടാതിരിക്കും, പഠിക്കാതിരിക്കും, അനങ്ങാതിരിക്കും, അവർ തളർന്നിരിക്കും. അപ്പൊ നിങ്ങളത് ആ ഒരു ഫേസിൽ നിൽക്കാനുള്ള ലക്ഷ്യം നിങ്ങൾക്കില്ല. ഇതൊരു ജീവനം പറഞ്ഞ പോരാട്ടോ. അങ്ങനെ തളർന്നിരിക്കാനോ അല്ലെങ്കിൽ ഫ്രസ്ട്രേറ്റഡ് അടിച്ച് ഒന്നും പഠിക്കാതിരിക്കാനുള്ള ലക്ഷ്യം നിങ്ങൾക്ക് ആർക്കും ഇല്ല. സമയം എന്ന് പറയുന്ന കാലിന്റെ അടിയിലെ മണ്ണ് പോലെയാണ്, അത് ഒലിച്ച് പൊക്കോണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ കൃത്യമായി വർക്ക് ചെയ്യുന്നു, കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആരെയും പേടിക്കണ്ട. യൂണിവേഴ്സ് നമ്മുടെ കൂടെ തന്നെ നിൽക്കും. സപ്പോസ് നിങ്ങൾ ഇതിൽ കുറവാണെങ്കിലും സെയിം സ്ട്രാറ്റജി തന്നെ യൂസ് ചെയ്യാം. എന്ത് ചെയ്യാം? കോമൺ ടോപ്പിക്സ്, പ്രിലിംസിലും മെയിൻസിലൊക്കെ വരുന്ന കോമൺ ടോപ്പിക്സ് പഠിച്ചു തുടങ്ങുക. അത്യാവശ്യം മാർക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായും സ്പെഷ്യൽ ടോപ്പിക്സ് ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കാം. ഇതിനൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണ് നമ്മുടെ ടെലിഗ്രാം ചാനൽ, യൂട്യൂബ് ചാനൽ എല്ലാം ഉള്ളത്. ഒരു അഫോർഡബിൾ കോഴ്സിന് സഹായം വേണമെങ്കിൽ ഞങ്ങളുടെ മെയിൻസ് ബാച്ചുകൾ അവൈലബിൾ ആണ്. ലോങ് ടേം ഡിഗ്രി ബാച്ചസും അവൈലബിൾ ആണ്. ഡെമോ ക്ലാസ് നിങ്ങൾക്ക് തരുന്നതാണ്. പുതിയ പാറ്റേണിൽ എങ്ങനെ പഠിക്കുന്നത് കാണുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. ഈ പറഞ്ഞ 5 മാറ്റങ്ങൾ ഉൾപ്പെടുത്തിയായിരിക്കും ഞങ്ങൾ ക്ലാസ്സുകൾ ഓൾറെഡി സജ്ജീകരിച്ചിട്ടുള്ള ഈ രീതി തന്നെയാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും തന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ളത്, എക്സെപ്റ്റ് CSAT മാത്സ് ക്വസ്റ്റ്യൻസ്. ബാക്കിയൊക്കെ നമ്മൾ ഓൾറെഡി എക്സ്റ്റെൻസീവായിട്ട് ചെയ്യുന്നതാണ്. ഇനി ഇതിന്റെ തീവ്രത നിങ്ങൾ കൂട്ടാൻ പോവുക. കാര്യം PSCയുടെ പാറ്റേൺ ഇപ്പോൾ വളരെ ക്ലിയറാണ്. ഇനി അധികം PSCയെ കുറ്റം പറയാനുള്ള സ്കോപ്പ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ചോദ്യങ്ങൾ സെറ്റ് ചെയ്യുന്ന കാര്യത്തിൽ. അവർ വളരെ മെച്യൂർ ആയിട്ടുള്ള ഒരു ഫോർമാറ്റിലേക്കും ഒരു സ്ട്രക്ചറിലേക്കും കോൺടാക്റ്റിലേക്കും മാറിക്കഴിഞ്ഞു. നമുക്കും ആ വഴി ഒന്ന് സഞ്ചരിച്ച് നോക്കാം. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. പുഷ് ദ കോമ്പറ്റീഷൻ എന്ന് കമന്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു. ബൈ.